കുറച്ചായിട്ട് ഇവിടെ നല്ല മഴയായതുകൊണ്ട് തന്നെ രാവിലെ എണീച്ച് നല്ല ചൂട് ഇഡ്ഡലിയും നല്ല മുളകാ ചമ്മന്തിയും കൂടി ചേർത്തിട്ട് ഇഡ്ഡലി കഴിക്കുകയാണെങ്കിൽ എന്തൊരു രസം എന്ന് ആലോചിക്കായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ തന്നെ എന്നോട് പറയായിരുന്നു ഈ ഡെയിലി ഇഡ്ഡലി ഉണ്ടാക്കി വെറുപ്പിക്കുന്നേക്കാളും വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടാക്കിക്കൂടെ, ഈ നാട്ടിൽ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഇഡ്ഡലി മാത്രമേ ഉള്ളൂ എന്ന്. എന്തായാലും മാവുള്ള സ്ഥിതിക്ക് വേറെ ഐറ്റംസ് ഒന്നും ഉണ്ടാക്കാനായിട്ട് നിന്നിരുന്നില്ല, ദോശ ഉണ്ടാക്കാന്നായിരുന്നു. പിന്നെ മാവ് കൊണ്ട് ദോശ ഇഡ്ഡലി അല്ലാതെ വേറെ എന്താ ഐറ്റം ഉണ്ടാക്കാം അല്ലേ, അപ്പം അതുകൊണ്ട് ദോശ അങ്ങനെ സെറ്റാക്കി. പിന്നെ ഇഡ്ഡലി മാറ്റി പിടിച്ച സ്ഥിതിക്ക് എന്തായാലും ചട്നിയും കൂടി മാറ്റിയിട്ട് തക്കാളി ചട്നി അരയ്ക്കാനായിരുന്നു കേട്ടോ പ്ലാന്. അപ്പോൾ വെല്ലുള്ളി, വെളുത്തുള്ളി, കറിവേപ്പില, മല്ലിയില, കാഞ്ഞമുളക്, തക്കാളിയും കൂടി നന്നായിട്ട് വണക്കായിരുന്നു കേട്ടോ. ആ ഒരു സമയത്ത് പെട്ടെന്ന് ഒരാൾ എണീറ്റ് വരുന്നുണ്ടായിരുന്നു കേട്ടോ. അവനാണെങ്കിൽ എൻ്റെ അടുത്തിരുന്ന് തന്നെ എല്ലാ പണിയും കാണണമെന്നായിരുന്നു. അപ്പോൾ അവനെയും കയറ്റി അടുത്തിരുത്തിയിട്ടായിരുന്നു കേട്ടോ എല്ലാ പണിയും ചെയ്തുകൊണ്ടിരുന്നത്. ചട്നിയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ദോശ ഉണ്ടാക്കാനായിട്ട് തുടങ്ങി കേട്ടോ. ആകെ 4 ദോശയെ വേണ്ടി വരുള്ളൂ. ഈ ഒരു വീട്ടിൽ ദോശ ആയാലും ഇഡ്ഡലി ആയാലും 4 കൂടുതൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്തായാലും ബാലൻസ് വരും. അതുകൊണ്ട് കറക്റ്റ് 4 ഉണ്ടാക്കി ഞാൻ അടുപ്പ് ഓഫ് ചെയ്തു കേട്ടോ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടി കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇനി ലഞ്ചിൻ്റെ പരിപാടിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചീര വാങ്ങിയിട്ടുണ്ടായിരുന്നു സെപ്റ്റോന്ന്. അപ്പോൾ പരിപ്പിട്ട് ചീരക്കറി വെക്കാമെന്ന് പറഞ്ഞിട്ടായിരുന്നു പ്ലാൻ. ഞാൻ എന്തോ ഒരു ഓർമ്മയിൽ പരിപ്പിൻ്റെ കൂടെ തന്നെ ചെറുപയറും കൂടി ചേർത്തിട്ടിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറുപയറും പരിപ്പും കൂടി കടയാന്നായിരുന്നു പിന്നെ നോക്കിയത്. പിന്നെ അത് കഴിഞ്ഞ് ചീര എടുത്തിട്ട് തോരൻ വെക്കാമെന്ന് പറഞ്ഞിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് തേങ്ങയൊക്കെ കൂടിയിട്ട് അങ്ങനെ ചീര തോരനും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ മുട്ടയും കൂടി പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മുട്ട പുഴുങ്ങിയതും ചീര തോരനും ചോറും പരിപ്പ് കറിയും കൂടി ചേർത്തിട്ട് അങ്ങനെ ലഞ്ച് കംപ്ലീറ്റ് ചെയ്തിരുന്നു. ഞാൻ ഡയറ്റിലായതുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെ കൂടുതൽ ഫുഡൊന്നും ഉണ്ടാക്കാറില്ല. സെയിം ഫുഡ് തന്നെ എല്ലാവർക്കും ഉണ്ടാക്കല്ലോ കേട്ടോ. എന്തായാലും നെക്സ്റ്റ് വിളിക്കണം. ബൈ.